ഹലോ, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണോ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ പാരൻസ് ആണോ എങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. റെഡിയല്ലേ? ഇനി കേന്ദ്ര സർക്കാർ ജോലിയിൽ എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്, റൈറ്റ്? അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലി റിക്രൂട്ട് ചെയ്യുന്നത്? ഒന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡും, പിന്നെ ഒന്ന് സ്റ്റാഫ് സെലക്ഷൻ, അങ്ങനെയല്ലേ? അപ്പൊ റെയിൽവേയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് റെയിൽവേയിൽ കിട്ടാന്നുള്ളത്, അല്ലെ? അപ്പൊ അതിന് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അതിൽ വേണ്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിനെങ്കിലും കയറി പറ്റണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എൻട്രി ലെവൽ ജോലിയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്, അല്ലേ? സാധാരണ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും കയറാൻ പറ്റുന്ന ഒരു ജോബാണ് ഗ്രൂപ്പ് ഡി ജോബ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിന് കുറച്ച് ഹയർ ലെവലായിട്ടുള്ള +2 ലെവലിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ അതിനുശേഷം ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞ് പൂർത്തിയാക്കി ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റുകളുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ ഗ്രൂപ്പ് ഡി ലെവൽ പരീക്ഷകൾ എഴുതാനായിട്ട് 10ാം ക്ലാസ് ആണ് യോഗ്യത. അതുപോലെ തന്നെ NTPC എന്നുണ്ട്, ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. അത് +2 ആണ് അതിന്റെ യോഗ്യത വരുന്നത്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാം. 18 വയസ്സ് കഴിഞ്ഞാൽ +2 പാസ്സായ എല്ലാവർക്കും NTPC അപ്ലൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ പരീക്ഷകൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഈ റെയിൽവേ പരീക്ഷകളുടെ ഒരു ഗുണം എന്താ വെച്ചാൽ കണക്ക്, റീസണിങ്, GK ഇത്രയും മതി. ഇംഗ്ലീഷ് റെയിൽവേ പരീക്ഷകൾക്ക് ഇല്ല. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ബെൽറ്റ് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒരു അല്പം ബാക്കാണ്. അവർക്ക് റെയിൽവേ എന്നുള്ളത് ഇംഗ്ലീഷ് പരീക്ഷയേ ഇല്ല. ഈ പറയുന്ന കണക്ക്, റീസണിങ്, GK മാത്രം നോക്കിയാൽ മതി. റെഡി അല്ലേ? അപ്പോഴേ അതിന്റെ ഓപ്പണിങ്സ് എന്തൊക്കെയാണ്, ഒരു വർഷം എത്ര പരീക്ഷകൾ നടക്കുന്നു, ഇത് ഡിഗ്രിക്ക് ഒപ്പം ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ റെയിൽവേ ബോർഡ് വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയർലി നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം റിക്രൂട്ട്മെന്റ്സ് ഇയർലി ബേസിസിൽ നമുക്ക് എല്ലാ പോസ്റ്റുകൾക്കുള്ള റിക്രൂട്ട്മെന്റ്സ് വിളിക്കുന്നുണ്ട്. ഇതിൽ ബേസിക് ആയിട്ട് സാറ് പറഞ്ഞ പോലെ സിലബസ് 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള സിലബസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാറ്റർ ചെയ്ത് പഠിക്കും. നമുക്ക് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് ഇത് പഠിക്കണം, ഇത് റെലവെന്റ് ആണോ, ഇത് ആവശ്യമുള്ളതാണോ നമുക്ക് അറിയില്ല. പക്ഷെ ഇതൊരു നമുക്കൊരു ആൾ ഗൈഡ് ചെയ്യാനായിട്ട്, നമ്മൾ ലീഡ് ചെയ്യാനായിട്ടുള്ള ആളുണ്ടെങ്കിൽ നമുക്ക് ഈ അനാവശ്യമായിട്ട് കളയുന്ന എനർജീസ് ഒക്കെ ഒരു ചാനൽ ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള PYQ ഡിസ്കഷൻസിലാവട്ടെ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് സിലബസിലെ ഏത് ഏരിയയിൽ നിന്നാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ക്ലാസ്സസും പ്രാക്ടീസുകളും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കണക്കിലും റീസണിങ് എബിലിറ്റിയിലൊക്കെ വളരെ ഷോർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രിക്സ് പഠിക്കണം. നമ്മൾ സ്കൂൾസിൽ ചെയ്യുന്ന ആ മെത്തഡോളജി ഇവിടെ ഉപയോഗിച്ചാൽ ആ പ്രത്യേക സമയത്ത് 1 മണിക്കൂർ 1.25 മണിക്കൂറാണ് നമ്മുടെ ലെവൽ 1 എക്സാം പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. ഈ പറയുന്ന 75 മിനിറ്റിലോ 60 മിനിറ്റിലോ നമ്മൾ ഇത് മുഴുവൻ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഇതിനൊപ്പം ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ സ്കൂൾസിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 10th യോഗ്യത, +2 യോഗ്യതയുള്ള റെയിൽവേയുടെ, അതുപോലെ തന്നെ നമ്മൾ ജനറലി പ്രത്യേകിച്ച് മലയാളികൾക്ക് അറിയാത്ത ഒരു സംഭവമാണ് നമ്മുടെ കേരള ഗവൺമെന്റിൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ആളുകളെ എടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വഴിയാണ്. അത് പലർക്കും അറിയാം. ഇതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ടല്ലോ, അതിനകത്ത് SSC വഴിയാണ് എടുക്കുന്നത് എന്ന് നമ്മുടെ പല മലയാളികൾക്കും അറിയില്ല. റെഡി അല്ലേ? അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ് കേന്ദ്ര സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, അതുപോലെ സെൻട്രൽ GST ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിങ് നമ്മളിപ്പോൾ റെഗുലർ ആയിട്ട് പത്രങ്ങളിലൊക്കെ കാണുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ടില്ലേ, ഏവിയേഷൻ മിനിസ്ട്രി, ഈ പറയുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഈ എല്ലാ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ്. അതിലും നമ്മൾക്ക് 10th ലെവൽ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ +2 ലെവൽ എക്സാംസ് ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രിക്ക് ഒപ്പം ചെയ്യാവുന്ന പരിപാടിയാണ് ഈ പറയുന്ന GD, ജനറൽ ഡ്യൂട്ടി. കറക്റ്റ് അല്ലേ? ജനറൽ ഡ്യൂട്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് MTS എക്സാംസ് ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. റെഡി അല്ലേ? അത് ചെയ്യാനായിട്ട് പറ്റും. CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, +2 ലെവലിൽ നിങ്ങളുടെ ഈ ജനറൽ ഡ്യൂട്ടി ഇതും MTSഉം 10ാം ക്ലാസ് ആണ് യോഗ്യത. അതുപോലെ തന്നെ നിങ്ങളുടെ CHSL എന്ന് പറയുന്നത് +2 ആണ് യോഗ്യത. ആ യോഗ്യതയും 18 വയസ്സും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാൻ പറ്റും. ഈ പരീക്ഷകളുടെ ഒരു വർഷം നമ്മൾക്ക് എത്ര ഓപ്പണിങ്സ് വരും അതിനെ കുറിച്ചൊന്ന് പറയാം.
ഇപ്പൊ SSC തന്നെ നിയർലി നമുക്കൊരു 8ഓളം പരീക്ഷകൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിടുന്നുണ്ട്. ഇതില് ആദ്യ ലെവലിൽ നമ്മൾ ബേസിക് ആയിട്ട് ലെവൽ എന്ന് പറയുന്നത് MTS ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എല്ലാ ആൾക്കാർക്കായിട്ട് കൂടുതലായിട്ട് നമ്മൾ പറയും എനിക്കിപ്പോ ആർമിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയും. അതിന്റെ ലോവർ ലെവൽ പോസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് പേര് കൊണ്ട് നല്ല പ്രിവിലേജ് എടുക്കാൻ പറ്റുന്ന നിറയെ പോസ്റ്റുകൾ എന്ത് ചെയ്യും. ഇതിൽ ബോയ്സിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ RPF ആവട്ടെ, ഇതിൽ തന്നെ SSC തന്നെ നമുക്ക് CPO പോസ്റ്റുകളുണ്ട്, അതേപോലെ നമുക്ക് GD പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നമ്മൾ മിലിറ്ററി ലെവലിൽ നമ്മൾ നിൽക്കുന്ന ഒരു തൊട്ട് താഴെ അല്ലെങ്കിൽ നമുക്ക് പ്രിവിലേജ് കിട്ടുന്ന കുറച്ചും കൂടെ പോസ്റ്റുകളാണ് ഈ GD ഉള്ള പോസ്റ്റുകളൊക്കെ. ഇനി അഥവാ ഓഫീസർ പോസ്റ്റ് പോകണമെന്ന് വിചാരിക്കുക, ഡിഗ്രിക്ക് ശേഷം ഒരു എക്സാംസ് ഉണ്ടാവുമല്ലോ, അതിനും ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇതേ കണക്കും റീസണിങ് GK ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ലെവൽ എക്സാം പാസ് ആവാനായിട്ട് പറ്റുള്ളൂ. അവിടെയും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ 10ാം ക്ലാസ് യോഗ്യയിൽ നമുക്കൊരു 40,000 പ്ലസ് സാലറി കിട്ടാന്ന് പറയുമ്പോൾ ആരും കൊതിച്ചു പോകുന്ന ഒരു പോസ്റ്റ്. അതാണ് ഈ ഒരു സംഭവം. 10th യോഗ്യതയിൽ വെച്ചിട്ട് പാസ്സാവുന്ന പരീക്ഷയ്ക്ക് തന്നെ 40,000 പ്ലസ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ജോലികളാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല 60 വയസ്സ് വരെ നമ്മൾ സേഫ് ആണ്. റെഡി, 60 വയസ്സ് വരെ നമ്മളുടെ ജോലി സുരക്ഷിതമാണ്. ഇന്നിപ്പോ പല പല മൾട്ടിനാഷണൽ കമ്പനികളും ഒരുപാട് കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജോബ് സേഫ് അല്ല, ഫ്യൂച്ചർ സേഫ് അല്ല. ഇവിടെ അതല്ല. വൺസ് നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 60 years വി ആർ സേഫ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളിലേക്ക് ഇത്ര മനുഷ്യർ കൂടുതലായിട്ട് റഷ് ചെയ്ത് കയറുന്നത്. കറക്റ്റ് അല്ലേ? ഇപ്പൊ മുൻ വർഷങ്ങളിലെ പോലെ ഉള്ള പരീക്ഷ ഇപ്പോഴത്തെ ചേഞ്ചസിനും നമ്മള് പണ്ട് പഠിക്കുന്ന രീതിയിൽ ഇപ്പൊ SSC കോൺസ്റ്റന്റ് ആയിട്ട് പാറ്റേൺസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഓവറോൾ ഏത് പാറ്റേൺ മാറിയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതിലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് നമുക്ക് പറ്റണം. നമ്മളിവിടെ പൊതുവേ മെയിനായിട്ട് നോക്കുന്നത് PYQ ഡിസ്കഷൻസ് നോക്കുന്നുണ്ട്. സിലബസ് കവറേജ് ചെയ്താൽ തന്നെ എങ്ങനെ പാറ്റേൺ വരാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള തോന്നാറില്ല. അതുകൊണ്ട് നമ്മളിപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങും SSCയും ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ SSCയിലെ പാറ്റേൺ ചേഞ്ച് വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയണമെങ്കിൽ ഇങ്ങനെയാണുള്ളത്. ഫസ്റ്റ് 1 hour നമ്മൾ ഈ 4 സബ്ജക്ട്സ് എഴുതുക ചെയ്യുന്നതായിരുന്നു. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് റീസണിങ് ക്വാണ്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ബാങ്കിങ് പോലെ തന്നെ 15 minutes ബേസിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രിക്സും കാര്യങ്ങളും PYQs ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ ഈ റെയിൽവേ SSC മാത്രമല്ല ഈ 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും ഉള്ളത്. ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCL കിട്ടും. ഈ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO അത് കിട്ടും. പിന്നെ RPF, പിന്നെ CPO, ഇങ്ങനെ ഒരുപാട് ഇന്റലിജൻസ് ബ്യൂറോ, ഇങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകൾ ഈ 10th +2 വെച്ചിട്ട് എല്ലാ വർഷവും വാക്കൻസീസ് വരാറുണ്ട്. റൈറ്റ്. ഇനി ഈ പരീക്ഷയിൽ എഴുതിയ എക്സ്പീരിയൻസ് ആയ ആളുകളാണെങ്കിൽ ഓഫീസർ പോസ്റ്റുകൾക്ക് ട്രൈ ചെയ്യാം. ഈ പറയുന്ന ഡൽഹി പോലീസ് അതുപോലെയുള്ള ഓഫീസർ പോസ്റ്റുകൾക്ക് ട്രൈ ചെയ്യാം. ഇനി SSCയുടെ തന്നെ CGL ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അത് ടോപ്പ് ലെവൽ ഓഫീസർ പോസ്റ്റുകളാണ്, അതിലേക്ക് ട്രൈ ചെയ്യാം. ഇനി അതല്ല ബാങ്കിങ്ങിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണോ നിങ്ങളുടെ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ എക്സാമിനേഷൻ എഴുതുന്നത് അടുത്ത ദിവസം മുതൽ, പരീക്ഷ എഴുതിയ അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിന് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി തുടങ്ങാം. ബാങ്കിങ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് തന്നെ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ക്ലറിക്കൽ പോസ്റ്റിനും ഓഫീസർ പോസ്റ്റിനും പരീക്ഷ നടത്തുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ബാങ്കുകളായ നമ്മുടെ കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകൾക്ക് വേണ്ടിയിട്ടും ഈ IBPS ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഈ ക്ലറിക്കൽ ലെവലിലും ഓഫീസർ കാറ്റഗറിയിലും പരീക്ഷ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്കിലുണ്ട്, കേരള ഗ്രാമീൺ ബാങ്ക്, അതും ക്ലറിക്കൽ ഓഫീസർ. ഇപ്പൊ തന്നെ 6 പരീക്ഷകളായി. അതുകൂടെ തന്നെ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഡിവിജ്വൽ ബാങ്കുകൾ മുഴുവൻ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്ന ലോക്കൽ ബാങ്ക് ഓഫീസർ. കാനറ ബാങ്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ വേണമെന്ന് കാനറ ബാങ്ക് ഡയറക്റ്റ് ആണ് വിളിക്കുന്നത്. യൂണിയൻ ബാങ്ക് വേണമെങ്കിൽ യൂണിയൻ ബാങ്ക് ഡയറക്റ്റ് ആണ് വിളിക്കുന്നത്. അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വേറെ. അതുകൂടാതെ RBI അസിസ്റ്റന്റ് വിളിക്കും, RBI ഗ്രേഡ് B വിളിക്കും. അതുകൂടാതെ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ISAF, IDBI ഇതുപോലത്തെ ഇഷ്ടം പോലെ വാക്കൻസീസ്. നിങ്ങൾക്ക് ഒരു 10 to 15 എക്സാംസ് എന്തായാലും ബാങ്കിങ്ങിൽ മാത്രം വരും, ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. പിന്നെ ഈ ഡിഗ്രിക്കൊപ്പം ഇത് പഠിച്ചു പോവുക എന്നുള്ളതുകൊണ്ടുള്ള ഗുണവും സാധാരണ മനുഷ്യന്മാരുടെ ഒരു ട്രെൻഡും ഇതൊപ്പം പഠിച്ചാലുള്ള ബെനിഫിറ്റ്സും അതൊന്ന് പറയാം. ഇപ്പൊ നമുക്ക് അറിയാൻ ഇതിന് എല്ലാതും ഏജ് ബാർ നിയർലി 18 to 20s ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് വരാന്ന് പറയുമ്പോൾ 21 to 20 ഇയേഴ്സോളം നമ്മൾ 4 വർഷം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാം. ഈ 20 അപ്പൊ നമുക്ക് ആ 20 to 27 ഒരു 5 years നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വർം എന്ന് പറയുന്ന പോലെ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ ഫെല്ലോ ആസ്പിറൻസിന് മുമ്പിൽ നിങ്ങൾ
തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോൾ തന്നെ എന്താണ് ഈ പരീക്ഷ, എന്താണ് ഈ സിലബസ്, എങ്ങനെയാണ് എക്സാമിനേഷൻ പാറ്റേൺ കിടക്കുന്നത് നിങ്ങൾ മനസ്സിലായി തുടങ്ങി. സാധാരണ മനുഷ്യർ എന്താ ചെയ്യാന്നറിയാമോ, ഡിഗ്രിക്ക് ശേഷം ഇനി എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ കുറെ ഫ്രണ്ട്സ് വല്ല കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട അവരുടെ ഒപ്പം പോകും. ഇവര് ഒരു എക്സാമിനേഷൻ ഫോം ആകാൻ തന്നെ 1 വർഷത്തിൽ കൂടുതലാകും. ജനറലി സാധാരണ ഒരു മനുഷ്യൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജോലി കിട്ടാറുണ്ടോ? എങ്ങനെയാണ്? വളരെ റാറായി കിട്ടാറുള്ളൂ. അധിക കേസസിലും ഒരു 2 years 3 years പ്രിപ്പറേഷനിലേക്കാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്താലേ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ജോലിയോടുകൂടി ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടാവും, ഒരു ജോലി ഉണ്ടാവും, റെഡി, ഒരു പ്രിവിലേജും കൂടെ, റൈറ്റ്. അപ്പോൾ ഒരു 20-21 വയസ്സിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. വളരെ യങ് ഏജിൽ ഇവർ എൻട്രി കിട്ടിയാൽ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വരെ ആകാനുള്ള ഓപ്പണിങ്സ് കിടക്കുക. കാരണം അത്രയും വർഷത്തെ സർവീസ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും 40+ ഇയർ സർവീസ് ആണ് വരുന്നത്, റൈറ്റ്. അപ്പൊ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കൊപ്പം ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിക്കുക.